ആർ വി രാജേഷ്, ഈ MLA ഓഫീസ് വി കെ പ്രശാന്ത് ദുരുപയോഗം ചെയ്യുകയാണോ എന്ന ചില സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. അതായത് ഈ വട്ടിയൂർക്കാവ് MLA ഓഫീസിൽ ഫയലുകൾക്ക് മുന്നിലിരിക്കുന്ന വ്യക്തി ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം നിർമ്മാണത്തിന് കരാറെടുത്ത വൈപ്കോസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാണോ എന്ന സംശയം ചിലരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MLAയുടെ സ്റ്റാഫ് ആണെങ്കിൽ ആ സ്റ്റാഫ് നേതൃത്വം നൽകുന്ന സ്ഥാപനം എങ്ങനെ സർക്കാർ പദ്ധതിയുടെ കരാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ MLA ഓഫീസ് അല്ലെങ്കിൽ MLA ഓഫീസിൽ മറ്റൊരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കും എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. ഇത് വല്ലതും പരിശോധനയിൽപ്പെട്ടിട്ടുണ്ടോ രാജേഷ്? അല്ല, ഇതൊക്കെ പരിശോധിക്കേണ്ടവരാരാണ്? ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ്. ഇവിടെ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ നഗരത്തിലെ 101 കൗൺസിലർമാർക്കും അവരുടെ കൗൺസിലർ ഓഫീസുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഓണറേറിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലാണ്, ഇപ്പോൾ ഓണറേറിയം കൊണ്ട് തന്നെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തം ചെലവിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ MLAമാർക്ക് ഗവൺമെൻറ് ചില പ്രിവിലേജുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി മണ്ഡലം അലവൻസ് ഉണ്ട്. അവർക്ക് പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ ട്രെയിനിന് യാത്രയ്ക്കുള്ള അലവൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ MLA ഹോസ്റ്റൽ അവർക്ക് 1-2 മുറികൾ അനുവദിച്ച് ചില ആളുകൾക്ക് നല്ല സൗകര്യമുള്ള ഫ്ലാറ്റുകൾ 3-4 മുറികളുള്ള ഫ്ലാറ്റുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLAയുടെ ഓണറേറിയവും മറ്റ് കാര്യങ്ങളിലുമൊക്കെ അത്യാവശ്യം ഒരു MLAക്ക് നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഭീമമായി തന്നെയുള്ള ഒരു തുക ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് വാഹനം വാങ്ങാനുള്ള പ്രത്യേകമായ പലിശരഹിതമായിട്ടുള്ള വായ്പ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തതാണ്, നഗരത്തിൻ്റെ നടുക്കുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ MLA ആയിരുന്ന ആളാണ് ശ്രീ K മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ അദ്ദേഹം ഓഫീസ് മാത്രമാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം താമസിക്കുന്നത് കവടിയാറാണ്. കവടിയാറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും സന്ദർശകരെ കാണാറുണ്ട്. അവിടെയും എല്ലാ സമയവും അദ്ദേഹം ഓഫീസിൽ കാണും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹം പ്രവർത്തിക്കുന്ന ജയ്ഹിന്ദ് ചാനലിൻ്റെ അവിടെ ഓഫീസിൽ ഈ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഓഫീസ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ സ്ഥലത്താണ് ആ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ MLAമാർക്ക് ഇത്തരം പ്രിവിലേജുകൾ ഒരു കാരണവശാലും ഒരു കോർപ്പറേഷൻ്റെ ഓഫീസോ അതല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, കേരളത്തിലെ മുഴുവൻ MLAമാർക്കും സർക്കാർ ഒരു ഉത്തരവിലോടുകൂടി കോർപ്പറേഷൻ ഓഫീസുകൾ, മുനിസിപ്പാലിറ്റികൾ, അതാത് പഞ്ചായത്തുകൾ, ഇവിടെ എല്ലാ MLAമാർക്ക് ഓഫീസ് അനുവദിക്കാമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉത്തരവ് ഇല്ലാത്തിടത്തോളം കാലം കേരളത്തിൽ ഒരു MLAയും ഒരു പഞ്ചായത്ത് ഓഫീസും കയ്യേറിയിട്ടില്ല. കേരളത്തിൽ ഒരു MLAയും ഒരു മുനിസിപ്പാലിറ്റിയുടെ ഓഫീസും കയ്യേറിയിട്ടില്ല. കേരളത്തിലാകെ കോർപ്പറേഷൻ്റെ ഓഫീസ് കയ്യേറി പ്രവർത്തിക്കുന്നത് വി കെ പ്രശാന്ത് മാത്രമാണ്. ഒരു സംശയവുമില്ല. അത് ഏത് രീതിയിൽ കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം വന്നിരിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്തരം ഈ ഓഫീസ് അനുവദിച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ളവർ BJPക്ക് മുൻതൂക്കമുള്ള ആ അപ്പോൾ ഇതൊരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ വി കെ പ്രശാന്തിന് ഇവിടെ ഓഫീസ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ഏത് രീതിയിലാണ് CPMഉം BJPയും തമ്മിൽ ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഓഫീസ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? എന്തുകൊണ്ട് ഇപ്പം MLA ഹോസ്റ്റൽ ഒട്ടും ഭിന്നശേഷി സൗഹൃദമല്ല എന്നാണ് അവകാശപ്പെടുന്നത്? തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലേക്ക് പോയി നോക്കണം. അത് യഥാർത്ഥത്തിൽ അത് ഭിന്നശേഷി സൗഹൃദമല്ലെങ്കിൽ അത് മാറ്റണം. അത്തരം ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് MLA ഹോസ്റ്റലിലെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവിടെ 1ാമത്തെ നിലയിലോ 2ാമത്തെ നിലയിലോ ഏത് നിലയിലേക്ക് പോകാനും ലിഫ്റ്റ് സൗകര്യമുണ്ട്. ആ ലിഫ്റ്റിൽ 24 മണിക്കൂറും ലിഫ്റ്റിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള അറ്റൻഡറുണ്ട്. അതിനകത്ത് ഏത് ആളുകൾക്കും ഏത് മുറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആവശ്യത്തിലധികമുള്ള സ്റ്റാഫുകളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി MLAക്ക് 3ാമത്തെ നിലയിൽ അല്ലെങ്കിൽ 2ാമത്തെ നിലയിൽ ഓഫീസ് വേണ്ട, ഇത്രയധികം സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ അനധികൃതമായി സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരാളാണ് വി കെ പ്രശാന്ത്. അതുകൊണ്ടാണല്ലോ കോർപ്പറേഷനിൽ അദ്ദേഹം മേയർ സ്ഥാനം ഒഴിഞ്ഞിട്ടും ആ കോർപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീന ശേഷി ഉപയോഗിച്ചുകൊണ്ട് BJPയും CPMനെയും അടക്കം വറുതിയിൽ നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ സ്വാധീനത്തിൽ അദ്ദേഹം ഓഫീസ് ഒപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ സ്പീക്കർക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് സ്പീക്കർ, ആ സ്പീക്കർക്ക് അദ്ദേഹം ഒരു കത്ത് കൊടുത്താൽ മതി, എൻ്റെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് 2ാമത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ സഞ്ചരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് താഴത്തെ നിലയിൽ ഓഫീസ് അനുവദിച്ച് തരണമെന്ന് കൊടുത്താൽ സ്പീക്കർക്ക് അനുവദിക്കാൻ കഴിയുന്നല്ലോ. ആ സ്പീക്കർക്ക് താഴെ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുറി മുകളിലാണെങ്കിൽ ഒരു മുറി താഴത്തെ നിലയിൽ അനുവദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് ഈ നഗരത്തിലെ അല്ലെങ്കിൽ നഗരസഭയുടെ സർക്കാരിൻ്റെ പൊതുമുതലിൻ്റെ ദുർവിനിയോഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്
വട്ടിയൂർക്കാവ് ബ്രിഗേഡ് അല്ല യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ MLAക്ക് പണമുണ്ട്. ഇവിടെ ഇത്രയധികം മണ്ഡലം അലവൻസും മറ്റ് അലവൻസുകളും വാങ്ങുന്ന MLAക്ക് സ്വന്തമായൊരു ഓഫീസ് എടുക്കണം. ശ്രീ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള കൗൺസിലർമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ഓഫീസ് എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ജനസേവനമാണ് ലക്ഷ്യമെങ്കിൽ, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ ശാസ്തമംഗലത്ത് സ്വന്തം പൈസ ചെലവാക്കി ഒരു ഓഫീസ് എടുക്കണം. കേരളത്തിലെ MLAമാരെല്ലാം അങ്ങനെയാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. ശ്രീ VS ശിവകുമാർ നഗരത്തിലെ MLA ആയിരുന്നു. അദ്ദേഹം MLA ഹൗസിലെ ഓഫീസുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ MLA ആൻ്റണി രാജു, അദ്ദേഹം MLA ഹൗസിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ MLAമാർക്കൊന്നും ഇല്ലാത്ത ഏത് രീതിയിലുള്ള പ്രിഫറൻസാണ് ഈ VK പ്രശാന്തിന് കൊടുത്തിട്ടുള്ളത്? ആരുടെ ഈ പ്രിവിലേജ് എങ്ങനെ കിട്ടി? ഒരു സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ MLAമാർക്ക് ഇത്തരം കോർപ്പറേഷൻ ഓഫീസുകളോ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഓഫീസ് അനുവദിക്കണമെന്ന ഒരു ഉത്തരവില്ലാതെ കോർപ്പറേഷന് എന്തുകൊണ്ട് ഇത്തരം തീരുമാനമെടുക്കാൻ കഴിഞ്ഞു? കുറഞ്ഞ വാടകയിലാണ് 875 രൂപ വാടകയ്ക്ക് അല്ലെങ്കിൽ 880 രൂപ വാടകയ്ക്ക് ശാസ്തമംഗലത്ത് എങ്ങനെ ഓഫീസ് കൊടുക്കാൻ കഴിയും? അപ്പോൾ ഇത് സർക്കാരിൻ്റെ പണം വാങ്ങി ആ പണം പോക്കറ്റിൽ വെച്ചതിന് ശേഷം ഇത്തരം പ്രവർത്തനം. പിന്നെ ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞൊരു കാര്യം, ഈ വട്ടിയൂർക്കാവ് അല്ലെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ PR വർക്കിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനം. അങ്ങനെയൊന്നും അല്ല. അതിന് പിറകിലുള്ള വലിയ തട്ടിപ്പുകൾ വേറെ വരുന്നുണ്ട്. അതൊക്കെ ഈ സംവിധാനം ഇരിക്കുന്നതുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞല്ലോ, അവിടെ കണ്ണാടി ബ്രിഡ്ജ് നിർമ്മിച്ചു, അതിൻ്റെ ആക്കുളത്ത് കണ്ണാടി ബ്രിഡ്ജ് നിർമ്മിച്ചു. അവിടെ അത് നിർമ്മിച്ച് ഈ ഗ്ലാസ് കൊണ്ടിട്ടപ്പോൾ തന്നെ അത് പൊട്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ അഴിമതിയാണ്. ഇത് ഊരാളുങ്കൽ പോലുള്ള മറ്റൊരു തട്ടിപ്പ് സംവിധാനവുമായിട്ടാണ് VK പ്രശാന്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ച് അത് സ്ഥാപിക്കുന്നതിന് മുമ്പേ പൊട്ടിപ്പോയത്? എന്നിട്ട് അതിനെ വാർത്തയൊക്കെ വളച്ചൊടിച്ച് അത് ആരോ മനഃപൂർവ്വമായി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴും അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചപ്പോൾ അത് ഏറ്റവും നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണത്തിലുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതേപോലെയാണ് ശ്രീ V ജോയി, അദ്ദേഹം വർക്കലയിൽ തീരദേശത്ത് അല്ലെ കടലിൽ ഇത്തരത്തിലുള്ള ബ്രിഡ്ജ് സ്ഥാപിച്ചു. അത് ആദ്യത്തെ തിരയിൽ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരയടിച്ചു പോയി. ഇതിൻ്റെയൊക്കെ പേരിൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും നിർദോഷമായി സ്വന്തം PR വർക്കിന് വേണ്ടി മാത്രമല്ല സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനെയൊക്കെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകണം. അല്ലാതെ ഇതൊക്കെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോർപ്പറേഷൻ വന്നപ്പോൾ ഒരു ആരംഭശൂരത്വമായി ഇത്തരം എത്രയധികം അനധികൃത കയ്യേറ്റങ്ങളാണ് ഈ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നഗരത്തിലെ നദീതീരങ്ങൾ മുഴുവൻ കയ്യേറിയിട്ടുണ്ട്. ആരാണ് കയ്യേറിയിരിക്കുന്നത്? ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? കോർപ്പറേഷനിൽ എത്രയധികം സ്ഥലങ്ങൾ ഇത്തരം അനധികൃത കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൗൺസിലറായ ശ്രീലേഖ പോയിട്ട് ഇത് എൻ്റെ സഹോദരനാണ്, ഇത് സൗഹൃദ സന്ദർശനമൊന്നുമല്ല, ഇത് നിയമപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, സർവ്വമായ സിനിമയിൽ കണ്ടതുപോലെ ഒരു മന്ത്രവാദിയെ വിളിച്ച് അടുത്ത ഘട്ടമായി ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് മന്ത്രവാദം നടത്തിയോ പൂജ നടത്തിയോ ഒഴിപ്പിക്കാൻ പറ്റുമോ? ഇത് നിയമപരമായിട്ടാണ് ഒഴിപ്പിക്കേണ്ടത്. അല്ലാതെ അവിടെ പോയി ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ സൗഹൃദം പറയുകയോ അല്ലെങ്കിൽ സ്വകാര്യം പറയുകയോ ചെയ്യുന്നതല്ല. ഇതൊരു സ്വകാര്യ സ്വത്തല്ല, ഇത് നഗരത്തിൻ്റെ പൊതു സ്വത്താണ്. ആ പൊതു സ്വത്ത് കയ്യേറി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് കയ്യേറിയത്? നിയമപരമായിട്ടുള്ള കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത്. ആ നിയമപരമായിട്ട് കയ്യേറ്റമാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷൻ അതിൻ്റെ അധികാരം ഉപയോഗിക്കണം. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് നിയമവിരുദ്ധമാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. അല്ലാതെ അവിടെ പോയി മന്ത്രവാദം നടത്തുകയോ സ്വകാര്യം പറയുകയോ അല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കണം.